അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. ദൈവം ഇങ്ങനെ ആദമിന് തക്ക തുണയുണ്ടാക്കി കൊടുത്തവിടെ മുതലാണ് ലോകത്തിന്റെ പ്രശ്നം ആരംഭിക്കുന്നത്. ഈ ആദമെന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയിൽ നിന്നെടുത്ത ഈ സ്ത്രീ ഉണ്ടല്ലോ, ഹവ്വ എന്ന് പറയും. നമ്മൾ ഖുർആനിൽ പറയുമ്പോൾ ആദം സന്താനങ്ങളെ മുഴുവനും ഞാൻ ആദരിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നു. ആദമിൽ ഞാൻ എന്റെ ആത്മാവിനെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും ആദമിനെ സുജൂദ് ചെയ്തുകൊള്ളുമെന്ന് ഖുർആൻ പറയുന്നു. എത്ര സത്യമാണ് പ്രിയരെ ബൈബിളും ഖുർആനും ഉപനിഷത്തുകളും ഒക്കെയും. പിന്നെ കാലക്രമത്തിൽ കുറച്ച് വ്യാഖ്യാന പ്രശ്നമൊക്കെ ഉണ്ടായി, അതൊക്കെ വിട്ടുകളഞ്ഞാൽ എല്ലാം ഈശ്വരീയമാണ് എന്ന് പറയുവാൻ ഞാൻ ഈ സമയത്തെ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ദൈവം തമ്പുരാൻ ഹവ്വ എന്ന് പറയുന്ന സുന്ദരിയായ സ്ത്രീയെ മനുഷ്യൻ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഒരു പ്രശ്നമുണ്ടായി. അവിടെയാണ് ഇബ്ലീസ് കയറി മനുഷ്യ ചരിത്രത്തെ മലീമസമാക്കിയത്. കേശഭംഗിയും ദേഹകാന്തിയും മൂജാമുഖാബ്ജത്തിലാശുകൻ പോലെ കളിയാടുന്ന പ്രസാദവും പുഞ്ചിരി കൊണ്ടു തിരിയ ജാതിയും വശപ്പെടും അഞ്ചിതമായ ദന്തമുകുള പ്രഭയതും പാടലാതരം മനോമോഹനം നാസികയും പേടമാൻ അടിവണങ്ങിയിടുന്ന മിഴികളും ഉല്ലസല്ലോലം പോലിളകും ചില്ലിയുഗം നല്ലൊരു ദാടീമത്തെ വെല്ലുണ്ട ഗണ്ഡങ്ങളും ആകവേ ചിന്തിക്കുകിൽ അത്ഭുത പരവശനാകാതിരിക്കുകയില്ല അമൃതാശികൾ പോലും എന്ന് പറയത്തക്ക വിധത്തിൽ ഈ സൗന്ദര്യത്തിന്റെ ധാമത്തെ കണ്ടപ്പോൾ ആദമിന്റെ സ്വഭാവം മാറി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തെ തകർക്കുന്ന, ലോകത്തെ മുറിപ്പെടുത്തുന്ന, ദൈവം നിലവിളിക്കുവാൻ തക്കവണ്ണം ദൈവത്തെ കരയിപ്പിച്ച ഒരു കാര്യമാണ് സ്ത്രീ പുരുഷ ബന്ധത്തിൽ സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. 5 6 ആഴ്ച പന്തലിലെത്തി പ്രസംഗിക്കേണ്ട വിഷയമാണ്. കാരണം ഉൽപ്പത്തി പുസ്തകം പഠിപ്പിക്കുന്ന ഒരു പള്ളിക്കൂടവും ഒരു ബൈബിൾ കോളേജുകളും ഇന്ന് ലോകത്തിലില്ല. ഒരുപാട് എണ്ണത്തിന് പടച്ചിങ്ങോട്ട് വിടുന്നുണ്ട്, വലിയ ഡിഗ്രിയൊക്കെ കൊടുത്ത്. പറയുന്നതെല്ലാം ഈശ്വര വിരോധം, സർവത്ര കള്ളം എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഈ ആദമിന്റെ സൗന്ദര്യം കണ്ടപ്പോൾ അവിടെ ഹവ്വായ്ക്കും ആദമിനും വലിയ ആകർഷണമുണ്ടായി. കൂടുതലായിട്ട് ഹവ്വയെ കണ്ടപ്പോൾ തന്റെ മകനായ ആദം, ഇവരെ സംബന്ധിച്ച ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കട്ടെ. ആദമും ഹവ്വയും ഭാര്യയും ഭർത്താവുമാണെന്ന് ഒരു തെറ്റായ പഠിപ്പിക്കലുണ്ട്. ഒരിക്കലും അത് ശരിയല്ല. ആദമിനെ കുറിച്ച് പറയുന്നത് ആദം ദൈവത്തിന്റെ മകൻ എന്നാണ്. അങ്ങനെയെങ്കിൽ ഹവ്വ ആരാണ്? ആദമിന്റെ പെങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ ക്രിസ്തീയ ബിഷോപ്പന്മാരും പാസ്റ്റർമാരും മറച്ചു വെച്ചിട്ടാണ് നമ്മളെ അവര് വിട്ടുപോയതായിരിക്കും. ചിന്തിച്ച് പഠിക്കുന്നവരെ സംബന്ധിച്ച് അതൊക്കെ കൂലങ്കഷമായി മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ദൈവം ആദമിനോട് പറഞ്ഞത്, ഞാൻ നിനക്ക് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി തരുമെന്നാണ്, ഭാര്യയെ ഉണ്ടാക്കി തരുമെന്നല്ല. എന്നാൽ വർഷങ്ങൾ ധാരാളം കഴിഞ്ഞപ്പോൾ ആദം ഇങ്ങനെ പറയുന്നു. അന്നത്തെ കാലത്ത് ആദമും ഹവ്വയും അവരെ വിവസ്ത്രരായിരുന്നുവെങ്കിലും അവർക്ക് നാണം തോന്നിയില്ല എന്ന്. ഇതാണ് ഇന്നത്തെ പണ്ഡിതന്മാര് വിട്ടുകളയുന്ന വേദഭാഗം. കൈവരിഞ്ഞിരിപ്പുണ്ട്, പക്ഷേ തീയില്ലെങ്കിൽ വല്ലതും നടക്കുമോ? ഈ ഒരു അവസ്ഥയിലായിരുന്നു പ്രിയരെ ആദം ഹവ്വയും ജീവിച്ചത്. ഈ അവസരം മുതലെടുത്തിട്ട് ദൈവത്തെ മനുഷ്യനെ തെറ്റിപ്പാൻ ഇബ്ലീസ് പരിശ്രമിച്ചു. തന്നുടെ കണ്ണൊന്നു പൊട്ടിയെന്നാലും അന്യന്റെ കണ്ണുകൾ രണ്ടും പൊടിക്കുവാൻ
ഇബ്ലീസ് ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ ഇബ്ലീസ് ആദമിനെ പ്രേരിപ്പിച്ചിട്ട് ഇവിടെ സൗന്ദര്യവുമെല്ലാം അവനെ വശത്താക്കിയത് കൊണ്ട് ഇവൻ പറയുകയാണ്, ഇതിപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. നാര്യരിൽ നിന്നുള്ള സമസ്തേശ്വരകരം ഒഴിവാക്ക മൂലം നാരി എന്നിവൾ പേരാ. അതുകൊണ്ട് മനുഷ്യൻ ജനേത്രി ജനകന്മാരെ പിരിഞ്ഞ് അതുല്യ സ്നേഹവാരാനിധിയാം സ്വഭാര്യയെ സർവാത്മനാ സഞ്ചരിക്കും. ഇത് ഇബ്ലീസ് വെച്ച് കൊടുത്ത ഒരു പൂളാണ്. ഇവരെ ഭാര്യ ഭർത്താക്കന്മാരാക്കേണ്ടത്, ഇവരിൽ നിന്ന് സന്താന ഉൽപ്പത്തി ഉണ്ടാകേണ്ടത് എങ്ങനെയായിരുന്നു എന്ന് ഈശ്വരനിൽ നന്നായി അറിയാം. അതിനു മുൻപേ ഇടങ്കോലിടുവാൻ ആദമിനെ പ്രേരിപ്പിച്ചിട്ട് ആദം ഇപ്പോൾ ഉടനെ തന്നെ അവളെ വേണം, അവളുമായി പറ്റിച്ചേരണം എന്നു ഉള്ള ഒരു നാറിയ ചിന്താഗതിയിൽ എത്തിച്ചേർന്നത് ഈശ്വരന് ഇഷ്ടപ്പെട്ടില്ല. ആദമിനെ ഈശ്വരൻ എന്നുകൊണ്ട് തന്നെ ഇബ്ലീസിന്റെ ഈരത്തിനനുകൂലമായി ഏതൊരു സ്ഥാപനത്തിൽ വെച്ച് വിവാഹം കഴിപ്പിച്ച് കൊടുത്തില്ല എന്നവിടെ വായിക്കാൻ സാധിക്കും. എന്നാൽ ഇന്നത്തെ ബിഷപ്പന്മാരും പാസ്റ്റർമാരും ഇന്നത്തെ ക്രിസ്തീയഗോളം മുഴുവനും പഠിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? എന്തൊരു തെറ്റാണ്. ദൈവം ആദമിനെ ഏതൻ തോട്ടത്തിൽ വെച്ച് വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുത്തിയെന്ന്. അങ്ങനെ ഒരു ചരിത്രം ബൈബിളിന്റെ ഒരു പേരുകളിൽ കാണുന്നില്ല പ്രിയരെ. പിശാചിന്റെ ഈരത്തിന് വഴിപ്പെട്ട് അവര് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ ശ്രമിച്ചത് കണ്ടപ്പോൾ ഈശ്വരൻ ദുഃഖിക്കുകയാണ് ചെയ്യുന്നത്. യാതൊരു കാരണവശാലും ബൈബിളിന്റെ ഒരു പേജുകളിലും ആദമിനെ ഹവ്വയും തമ്മിൽ ഈശ്വരൻ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുത്തിയെന്ന് എഴുതിയിട്ടില്ല. എന്നെ കേൾക്കുന്ന, എന്നെ ഈ വാർത്ത ഫേസ്ബുക്കിലൂടെയും മറ്റും കേൾക്കുന്ന അനേകരുണ്ട്. നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു. അങ്ങനെ ഒരു കാര്യം ബൈബിളിൽ സംഭവിച്ചതായിട്ട് കാണിക്കാമെങ്കിൽ ഞാൻ എന്റെ പ്രസംഗം നിർത്താം. എന്തിനാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? എന്തിനാണ് പോസ്റ്റ് പറയുന്നത്? അങ്ങനെ സംഭവിച്ചില്ല. എങ്കിലും ഈ ആദം പിശാചെല്ലാം കൂടെ ചേർന്നിട്ട് ഇവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തി അവരെ പരസ്പരം അങ്ങനെ ഒന്നിപ്പിച്ചു. എങ്ങനെ? ഈശ്വര ഹിതത്തിന് വിരോധമായി പിശാചിന്റെ ഈതപ്രകാരം അവരെ വേളി കഴിച്ചു. അവർ തമ്മിൽ വേളി കഴിച്ചു. ബൈബിളിൽ അവരെ വേളി കഴിപ്പിച്ചതായിട്ട് ഒരു ഭാഗത്ത് എഴുതിയിട്ടില്ല. ഈശ്വരൻ അവരെ തമ്മിൽ വേർതിരിക്കുകയായിരുന്നു. കള്ളം പറയില്ലേ? ദൈവത്തിനത് പിടിച്ചില്ല. ദൈവത്തിന്റെ പദ്ധതികൾ ഓരോന്നോരോന്നായി ഉരുത്തിരിഞ്ഞു വരുവാൻ ക്ഷമ കാണിക്കാൻ ആദമിനെയും പിശാചിനെയും കഠോരമായ ശാപം കൊണ്ട് മൂടുകയായിരുന്നു ഈശ്വരൻ. അവരെ 4 പേരെയും വിളിച്ചു നിർത്തി. അതേ, നിങ്ങളും ചിന്തിച്ചു നോക്കിയേ. ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം 2 മുതൽ ഇങ്ങോട്ട് വായിച്ചേ. ദൈവം അവരെ ശപിക്കുകയാണ്. ആദമിന് ഭയങ്കരമായിരിക്കുന്നൊരു ശാപം ശരങ്കണക്കെ അവനിൽ വന്നു പതിച്ചു. നീ ഇത് ചെയ്യുകൊണ്ട് ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. മുള്ളും പടക്കാരും അതിൽ നിന്ന് നിനക്ക് മുളച്ചു വരും. നീ വീർപ്പോടുകൂടി ഭക്ഷണം കഴിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭാര്യയോടുകൂടെയാണ്. ഇത് എന്തൊരു ഭയങ്കര ശാപമാണ് പ്രിയരെ. ഇന്നത്തെ ലോകം തകർന്നിരിക്കുന്ന ഈ പാപത്തിന്റെ ബന്ധനം ആരെ കൊണ്ടഴിക്കാൻ കഴിയും? എത്ര കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, അയ്യോ സ്വയഹത്യകൾ, ഇതെല്ലാം ലോകത്തിൽ വരുത്തി വയ്ക്കുന്നത് ആദമെന്ന് കാണിച്ച വ്യഭിചാരത്തിന്റെ കുരുക്കാണ്. പത്രമെടുത്ത് വായിച്ചാൽ ഔദ്യോഗിക രംഗങ്ങളിൽ ഇപ്പോൾ ആകപ്പാടെ സ്വപ്ന സുരേഷും വീണാ വിജയനും എല്ലാം നമ്മുടെ ഹൃദയത്തിൽ കയറി മറിയുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ പഠിച്ചു മിടുക്കരാകാം, എങ്ങനെ അവരെ നന്നാക്കാം, പാപത്തിന്റെ ഏണി വെച്ച് കൊടുത്തിരിക്കുകയാണ് ഇന്നത്തെ ജനസമൂഹം. നമ്മുടെ കുഞ്ഞുങ്ങളെയെല്ലാം
ഓർത്ത് വളരെ പ്രാർത്ഥിച്ചില്ല എങ്കിൽ അവര് താനേ പോയി MDMA അടിച്ചു കളയും. അവര് കഞ്ചാവടിക്കും. നമ്മൾക്ക് അവരെ നിയന്ത്രിക്കാൻ ഒക്കുന്നുണ്ടോ പ്രിയരെ? ഇത് ആരുടെ കുറ്റമാണ്? ദൈവം മനുഷ്യന് തന്നതല്ല. മനുഷ്യൻ വേലിയേറിയുന്ന പാമ്പിനെ എടുത്ത് തോളയിട്ടതിന്റെ ഫലമാണ്. ആദമീനെ കേഴുക കട്ടത്തി നരകത്തിന്റെ മട്ടലും താഴ്വാരവും ആദമും ഹവ്വയും കൂടി മനുഷ്യർക്ക് സമ്മാനിച്ച ആ പാപത്തെ കുറിച്ച് പഠിക്കുവാനോ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുവാനോ ആരുണ്ട്? ഈശ്വരൻ വേണ്ട. അതുകൊണ്ട് മദ്യം, വ്യഭിചാരം നമ്മളെ തകർത്ത് കളയുക. അതുകൊണ്ട് വിവാഹം എന്ന് പറയുന്നത് നിർമ്മലമായിരിക്കണം. യേശു ഈ ലോകത്തിൽ വന്നപ്പോഴാണ് ആ കുടുംബ ജീവിതം ശരിയായത്. ഞാൻ അതുകൂടെ പറഞ്ഞിട്ട് ഇനി ബാക്കി നാളെ പ്രസംഗിക്കാം. യേശുവിടെ വന്നിട്ട് പറഞ്ഞു, ഒരുത്തരൊരു ഭാര്യ, ഒരുത്തിക്കൊരു ഭർത്താവ് മതി. വിവാഹത്തിന്റെ സാരമാത്ര പ്രശസ്തമായ പരിശുദ്ധ സംഗ്രഹം യേശുവിന്റെ വായിൽ നിന്ന് വന്ന ഈ തിയറിയാണ്. നമ്മുടെ കുടുംബത്തിൽ ഭാര്യയ്ക്ക് ഭർത്താവിന് വിശ്വാസമുണ്ടോ? ഞാനിതൊക്കെ എന്തിനാ പറയുന്നത്? സ്കൂളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പോയാൽ അവരെ വേവലാതിയോടെ കാത്തിരിക്കുന്ന മാതാപിതാക്കളെ ഒരു കാര്യം ചെയ്യൂ, പ്രാർത്ഥിച്ചാൽ മതി. നമ്മുടെ ദൈവം നമ്മുടെ കണ്ണുനീരി കണ്ട് നമ്മുടെ മക്കളെ രക്ഷിച്ചു. അന്നപുന്നാരം പോലെ തുടരയാതെ തടി തയ്യാതെ വളർത്തി ഉള്ള വസ്തുക്കളെല്ലാം വിറ്റ് അവരെ വിദേശത്തയച്ച് പഠിപ്പിച്ചു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ കേൾക്കുകയാണ്, എന്റെ മകൻ അതേ ചരസിനടിമയായി. അവനെ ഇനി രക്ഷപ്പെടുത്താനൊക്കാത്ത വിധത്തിലായി പോയി. അഡിക്റ്റ്. എന്തോ ഇടികേട്. നമ്മുടെ പത്രങ്ങളൊക്കെ വായിച്ചാൽ നമുക്ക് അറിയാവുന്ന കേസ് കേട്ടാണ്. നമ്മുടെ രാജ്യത്തിന്റെ ശാപം എന്ന് പറയുന്നത് വ്യഭിചാരമാണ്. പാപം എന്ന് പറഞ്ഞാൽ വ്യഭിചാരം. അതിന് കാരണമായി ചരസും കഞ്ചാവും കള്ളും. ഇപ്പൊ എല്ലായിടത്തും ഇഷ്ടം പോലെ കള്ളു കുടിക്കാനാണ് ഞാൻ ഇന്നലെ വായിച്ചത്. നമ്മളെ നന്നാക്കാനാണോ നമ്മുടെ ഭരണാധികാരികൾ നോക്കുന്നത്? അല്ല. ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ദുർശക്തിയുണ്ട്. അവന്റെ പേരാണ് ഇബ്ലീസ്. ആ ഇബ്ലീസിനെ ചേർത്ത് തോൽപ്പിക്കാൻ കഴിയണം. അത് നേർച്ച കാഴ്ചകൾ കൊണ്ടോ നൊയിമ്പ് നോറ്റുകൾ കൊണ്ടോ ഒന്നും സാധ്യമല്ല. നമ്മുടെ മനസ്സിനെ ഈശ്വരന്റെ കയ്യിൽ കൊടുക്കണം. ഈശ്വരനെ കരയിപ്പിക്കുന്നത് നിർത്തൂ. ഞാൻ മക്കളെ അവരെന്നോട് മത്സരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ പറഞ്ഞതുപോലെ ഈശ്വരനെ ദുഃഖിപ്പിക്കുന്ന ജീവിതത്തിലെ പാപത്തിന്റെ വഴികളെ ഇന്ന് സന്ധ്യാവേളയിൽ നിങ്ങൾ ഉപേക്ഷിച്ചാൽ നിങ്ങളുടെ കുടുംബം നന്നാകും. മാത്രമല്ല നിങ്ങളുടെ രോഗം മാറും. ഇതൊരു വലിയ ഔഷധം കൂടെയാണ് കേട്ടോ, സിദ്ധൌഷധം. യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ 33.5 വയസ്സ് വരെ ജീവിച്ചു. 3.5 കൊല്ലം ഇതുപോലെ ഞങ്ങൾ ഇറങ്ങി പ്രസംഗിക്കുന്നത് പോലെ പ്രസംഗിച്ചു. തന്റെ അടുക്കൽ വന്ന സകല രോഗികളെയും യേശു സൗഖ്യമാക്കി. അവരോട് ഒരു 10 പൈസ പോലും എന്റെ ദൈവം കർത്താവ് വാങ്ങിയില്ല. അതിനെയൊക്കെ കുറിച്ച് പാട്ട് പാടാൻ തുടങ്ങിയാൽ ഇവിടെ ഒന്നും നിൽക്കത്തില്ല. രാത്രിയാകും. യേശുവിന്റെ അടുക്കൽ ചെന്ന സകല രോഗികളെ, രോഗത്തിന്റെയും ദുരിതത്തിന്റെയും കാരണമായിരിക്കുന്ന അവന്റെ അകൃത്യമേശം മോചിപ്പിച്ചു. അവന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുവാൻ വേണ്ടി യേശു നമുക്ക് വേണ്ടി കാൽവരി കുരിശിൽ 2 കള്ളന്മാരുടെ മധ്യേ പരമയാഗമായി തീർന്നു. ഇതാണ് വീണ്ടെടുപ്പിന്റെ മർമ്മം. യേശു നമുക്ക് വേണ്ടി പാപമാണ്. നാം അശുദ്ധരായിരിക്കെ, പാപികളായിരിക്കെ നമ്മളെ രക്ഷിക്കാനായി യേശു നമുക്ക് വേണ്ടി മനഃപൂർവ്വം പാപമാണ്. ഗെത്സമന ആരാമത്തിൽ വെച്ചാണ് മനുഷ്യവർഗത്തിന്റെ ദൈവത്തെ നിലവിളിപ്പിച്ച മഹാപാപം എല്ലാം കൂടി ഒരു യൗവനക്കാരനായ 33.5 വയസ്സ് പ്രായമുള്ള യേശുവിന്റെ ചുമലിലേക്ക് ഇറങ്ങുകയാണ് സ്വർഗ്ഗം. ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണെന്നാണ് യേശുവിന്റെ പേര്. ഈ പാപമെല്ലാം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ യേശുവിന്റെ രക്താശയം പൊട്ടിപ്പോയി. അവന്റെ വിയർപ്പ് തുള്ളികൾ രക്തമായി നിലത്തുകൂടെ ഒഴുകി. വേദന സഹിക്കാൻ വയ്യ. എന്റെ ദൈവമേ,
കഴിയുമെങ്കിൽ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ. ദൈവം ഏറ്റെടുത്ത നിലവിളി, യഹോവയായ ദൈവത്തിന്റെ നിലവിളി പ്രതിധ്വനിക്കുകയാണ് ഏദൻ പർദീസയിൽ. അവിടെ കിടന്നവൻ വിയർത്ത് വിയർത്ത് കരയുകയാണ്, പിതാവേ പിതാവേ, നീ എന്നെ കൈവിട്ടത്. ഒടുവിലായി യേശുവിനെ കാൽവരി കുരിശിൽ 3 ആണിമേൽ 2 കള്ളന്മാരുടെ മധ്യേ തൂക്കിയിട്ടു. അതിന്റെ ചരിത്രം വലുതാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം നമുക്ക് വേണ്ടി ഊറ്റി നമ്മെല്ലാം സൗഖ്യമാക്കിയിരിക്കുകയാണ്. നീ ഇതെന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കാമോ പ്രിയ സ്നേഹിത? നിന്റെ പണമെല്ലാം പോയില്ലേ ചികിത്സിച്ച്? ഒരു ഹോസ്പിറ്റലിൽ കയറി ചെന്നാൽ അവിടെ ഇരിക്കുന്ന മിഷ്യൻ മുഴുവനും നിന്നെ കയറ്റിയിറക്കി നിന്റെ കയ്യിലെ ലക്ഷങ്ങൾ അടിച്ചെടുക്കുകയല്ലാതെ പിന്നെയും രോഗം ബാധ. ഇതൊരു മുതലെടുപ്പായി തീർന്നിരിക്കുന്നു. എന്നാൽ ഞാൻ പറയുകയാണ്, നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ, ഞാൻ ഈ പ്രസംഗം നിർത്തുമ്പോൾ നിങ്ങളുടെ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തയ്യാറെടുത്തിരിക്കുക. പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. മഹാരോഗങ്ങൾ, വൈദ്യശാസ്ത്രം പരാജയപ്പെടുന്ന രോഗങ്ങൾ, അതിന്റെയൊക്കെ പേരൊക്കെ എടുത്ത് കയറി വായിച്ചു നോക്കിയാൽ ഔഷധങ്ങളുടെ പേര് അത് ഇതൊക്കെ വായിച്ചാൽ നമ്മൾ ഞെട്ടുകയാണ്. കൊള്ളാം, നല്ലതാണ്, രോഗം സൗഖ്യമാകട്ടെ. എന്നാൽ 4 കാശ് ചെലവില്ലാതെ യേശു സൗഖ്യമാക്കിയതുപോലെ നിങ്ങളെ സൗഖ്യമാക്കുവാൻ യേശുവിന് ഇന്നും കഴിയും. അതുകൊണ്ടാണ് 4 വാക്ക് പറഞ്ഞാലും നസ്രയനായ യേശുവിനെ കുറിച്ച് പറയുന്നത്. 4 കവലകളിൽ നിന്ന് പറഞ്ഞാലും നാണമില്ല. ഐ എം എ റിട്ടയർഡ് ലേബർ ഓഫീസർ. എന്റെ ജീവിതത്തിൽ യേശു എന്റെ രോഗങ്ങൾക്കും മതിയായവനാണ്. എന്റെ കുടുംബത്തിന്, അവൻ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നവനാണ്. യാതൊരു സംശയമില്ല. നിങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഇന്ന് ഈ സന്ധ്യാവേളയിൽ വിശ്വസിച്ചൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നിന്റെ പാപം എത്ര കടിഞ്ഞുമപ്പായിരുന്നാലും യേശു വിളിക്കും. എന്നെ കേൾക്കുന്ന പ്രിയരെ, സമയമായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, നിങ്ങളുടെ രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. ഞാനൊരു കഴിവില്ലാത്ത സാധാരണക്കാരൻ. ഞാനിത് മനസ്സിലാക്കിയത് കൊണ്ടാണ്, എന്റെ പ്രായോഗിക ജീവിതത്തിൽ ഞാനിത് ആചരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നമ്മൾക്ക് ആരോഗ്യമുണ്ട്, പണമുണ്ട്, അമ്പരചുംബികളായ സൗധങ്ങളുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും കിടക്കാൻ നേരത്തെ സുഖമായി ഒന്ന് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ എന്റെ ദൈവമേ, നമ്മുടെ ജീവിതം കൊണ്ട് എന്തിനു കൊള്ളാം? എന്തുവായിക്കോട്ടെ, നിങ്ങളുടെ ഈ രോഗങ്ങൾ എന്തായിരുന്നാലും ഒരു നിമിഷം നിങ്ങൾ യേശുവിനോട് പറയൂ, കർത്താവേ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, കൂടുതലൊന്നും എഗ്രിമെന്റ് ഒന്നുമില്ല, നീ എന്നെ അത്ഭുതകരമായി സൗഖ്യമാക്കണമേ എന്നൊരു വാക്ക് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിവിടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകും. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്ന യേശു കർത്താവേ, സന്ധ്യാവേളയിൽ ഇവിടെ വന്ന് സൗഖ്യദായകനും രോഗികളുടെ വൈദ്യനും ദൈവപുത്രനുമായ യേശുവിനെ ഇവിടെ പ്രസംഗിക്കുവാൻ എനിക്കിടയാക്കി. മരിച്ച 4 നാളായി ചീഞ്ഞളിഞ്ഞ ലാസറിനെ ശവക്കുഴിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന യേശുവിന്റെ അത്ഭുതകരമായ ആജ്ഞാശക്തിയുള്ള ആ വചനം ഇന്ന് ഇവിടെ അങ്ങ് പ്രാവർത്തികമാകണമേ. എന്നെ കേൾക്കുന്ന പലരും പലവിധ രോഗത്താൽ കഷ്ടപ്പെടുന്നവരാണ്. എന്ത് രോഗമായിരുന്നാലും എന്റെ ദൈവമേ, നീ അവരെ സൗഖ്യമാക്കണമേ. എന്നെ സൗഖ്യമാക്കി നടന്ന ദൈവമേ, ഇന്ന് ആരെങ്കിലും രോഗികളായി വേദന കൊണ്ട് പോയി സ്വർഗഭൂമിയിൽ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് അത്ഭുതകരമായ സൗഖ്യം നൽകണമേ. അങ്ങ് പ്രാർത്ഥന കേട്ടല്ലോ. ഇത്രത്തോളം സമയം ഇവിടെ നിന്ന് പ്രസംഗിപ്പാൻ എനിക്ക് കർത്താവ് തന്നതിനായി സ്തോത്രം. കേൾവിക്കാരെല്ലാം അനുഗ്രഹിക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. God bless each one of you. ഇത്രത്തോളം ക്ഷമരായി, അതേ ക്ഷമയോടുകൂടി ഹല്ലേലൂയ പലരും കേട്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഗൈതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.